ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ തലമുറയ്ക്ക് ഏറെ സുപരിചിതമായ രണ്ട് പദങ്ങളാണ് പോസ്റ്റ് ഇടുക, റിവ്യൂ പറയുക എന്നിങ്ങനെ. ഈ രണ്ട് വാക്കുകളിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഏതൊരു കാര്യവും, ഉദാഹരണത്തിന് ഒരു ഫിലിം ഇറങ്ങി, അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തിനേറെ പറയുന്നു, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടിൻ്റെ ഉറവിടമില്ലേ? ആരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയല്ല, പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യവും സന്തോഷവും അറിവും കഴിവും മറ്റുള്ളവരുടെ വലുതും ചെറുതുമായ സ്വപ്നങ്ങൾ തകരാൻ കാരണമാകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അന്ധത കണ്ണുകളെ ബാധിച്ചുവെങ്കിലും കാഴ്ചകൾക്ക് മങ്ങൽ വരാൻ കൂട്ടാക്കാത്ത ഹെലൻ കെല്ലർ പറഞ്ഞു, കാഴ്ചയില്ലാത്തതിനേക്കാൾ വിഷമം കാഴ്ചയുണ്ടായിട്ടും ലക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്നു എന്നതാണ്. ജീവിത ലക്ഷ്യം നഷ്ടപ്പെടുന്നിടത്താണ് കരുണയും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ കൈമോശമാകുന്നത്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ സഹായിക്കുക എന്ന വിശുദ്ധ മറിയം ത്രേസ്യായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ, ഈ നോമ്പിന്റെ നാളുകളിൽ അപരന്റെ കണ്ണിലെ കരടുകൾ കൃത്യമായി എടുത്തു കളയാൻ തക്കവിധം തെളിമയാർന്ന കാഴ്ച ലഭിക്കുവാൻ നമ്മുടെ കണ്ണുകളിൽ മൂടപ്പെട്ട് കിടക്കുന്ന തടിക്കഷ്ണം ആദ്യമേ നീക്കം ചെയ്യാം.